ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒട്ടും തന്നെ കയ്പില്ലാത്തൊരു പാവയ്ക്ക തീയൽ ഉണ്ടാക്കി നോക്കിയാലോ. പാവയ്ക്ക തീയലിൻ്റെ കയ്പ്പ് കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും പാവയ്ക്ക തീയൽ പാവയ്ക്കയുടെ ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ലാന്ന് തോന്നുന്നല്ലേ. പക്ഷെ നമുക്ക് ഇന്ന് ഒട്ടും കയ്പില്ലാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കയ്പുള്ളതുകൊണ്ട് തന്നെ പിള്ളേർക്കായാലും വലിയവർക്കായാലും ചിലർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് പാവയ്ക്ക തീയൽ പാവയ്ക്കയുടെ ഐറ്റം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കറിക്ക് ഇങ്ങനെ കയ്പ്പ് ഫീൽ ചെയ്യുന്നുള്ള ഉള്ള തോന്നൽ കൊണ്ടാകാം, ഫീൽ ചെയ്യുന്നതുകൊണ്ടാകാം ആൾക്കാർ അങ്ങനെ എല്ലാവരും തന്നെ അങ്ങനെ പാവയ്ക്ക ഒത്തിരി ആൾക്കാരൊന്നും കഴിക്കില്ല. അപ്പം നമുക്കിനി ഒട്ടും കയ്പില്ലാത്തൊരു തീയൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് അരപ്പിനുള്ള ഐറ്റംസ് റെഡിയാക്കാം. ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു 1/2 സ്പൂൺ ഉലുവയും ചെറിയ ചുവന്നുള്ളി, ഒരു 5-6 അല്ലി, കുറച്ചധികം കറിവേപ്പില, തേങ്ങ, വറ്റൽമുളക് എന്നിവിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒത്തിരി തീ കൂട്ടി വെക്കരുത്. തീ ഫ്ലെയിം ലോയിൽ വെച്ചില്ല, മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ആക്കിയെടുക്കാൻ കേട്ടോ. തേങ്ങയും ഈ ഐറ്റംസ് എല്ലാം നല്ല ബ്രൗൺ കളറായതിന് ശേഷം നമുക്കൊരു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയും കാശ്മീരിയും സാദാ ചില്ലിയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഒരു സ്പൂണും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കണ്ടോ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കാം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പാവയ്ക്കായിരുന്നേ. നല്ല കയ്പുള്ള പാവയ്ക്കായിരുന്നു കേട്ടോ. ഈ പാവയ്ക്ക ഞാൻ ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചിരുന്നായിരുന്നേ. ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടോ. പക്ഷേ ഒരു കേടുമില്ല ഇങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ. നിങ്ങൾക്ക് വീട്ടിൽ ഒത്തിരി പാവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീസറിൽ അരിഞ്ഞ് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഈ പാവയ്ക്കയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പുളിവെള്ളം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്തിട്ട് വാളംപൊടി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിരുന്നിട്ട് 2 സ്പൂൺ ഒഴിച്ച് അരമണിക്കൂർ വെച്ചിരുന്നായിരുന്നു കേട്ടോ. എന്നിട്ട് പാവയ്ക്ക നന്നായിട്ട് അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. അതാണ് നമ്മുടെ കയ്പ്പ് പോകാനുള്ള രഹസ്യം കേട്ടോ. അതിന് ശേഷം നമുക്ക് പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളി എല്ലാം ഇട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം ഇതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചെടുക്കുക. നന്നായിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ. ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങ വഴറ്റി ഇപ്പോൾ ഒന്നും ഉപ്പിട്ട് കൊടുത്തില്ല. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. ഇത് ചെറു തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനേ. അത് ഏകദേശം ഒക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇങ്ങനെ അടുപ്പിച്ച് പൊത്തി വെച്ചിട്ട് വേണം നമ്മുടെ പാവയ്ക്ക. ഇത് പെട്ടെന്ന് വേഗം കുറച്ച് പാവയ്ക്കായിരുന്നു ഇരുന്നുള്ളൂ. ഇന്ന് നമ്മൾ ആദ്യമേ തേങ്ങയൊക്കെ ഇങ്ങനെ വഴറ്റി വെച്ചിട്ടില്ലായിരുന്നു. അത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണേ. വെള്ളം ചേർത്ത് വെച്ചാൽ നമ്മുടെ ഈ തീയെല്ലാം ബ്രൗൺ കളർ കിട്ടത്തില്ല, നമ്മുടെ ഒരു മഞ്ഞ കളറായി മാറും. അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിവെള്ളം ആദ്യം ഉണ്ടാക്കി വെച്ചല്ലോ, പുളിവെള്ളത്തിൽ പുളി മാത്രം മാറ്റിയിട്ട് പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ഈ ആവശ്യമുണ്ട് നല്ല കുറുകിയ ചാറ് വേണമെങ്കിൽ നമുക്ക് അരപ്പ് കണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചാറൊക്കെ ഓക്കെ ആവും കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ടില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാവേ. എനിക്ക് കുറച്ചും കൂടി ചാറ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മുടെ ജാറ് കഴുകിയിട്ട് നമ്മൾ ആദ്യമേ തേങ്ങയിൽ വെള്ളം അരയ്ക്കാതെയാണ് ഒഴിച്ചത്. അപ്പോൾ ഈ കൂട്ടെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ ജാറ് കഴുകിയിട്ട് നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളം കൊണ്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി തീയലാട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ വേറെ ഒരു കറിയും വേണ്ട, ഈ തീയലുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ചോറുണ്ണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.